ആൾക്കാരെ തട്ടിച്ചും പറ്റിച്ചും കിട്ടിയ കാശ് കൊണ്ട് വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ചിട്ട് വരിക അല്ലേ? ഞാൻ തട്ടിക്കും പറ്റിച്ച് ജീവിക്കുന്ന എല്ലാവരും പറയും. പക്ഷെ ഞാൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തി ആർക്കും അറിയില്ല, ഞാൻ ആരും പറഞ്ഞിട്ടില്ല. പുണ്യപ്രവൃത്തി സ്വന്തം വീട്ടിലേക്ക് അല്ലേ? മോഹന, ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന പൈസ എനിക്ക് വേണ്ടിയിട്ടല്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് പാവങ്ങളുണ്ട്. പുറമു നിന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടില്ല, അപ്പം നമുക്ക് മനസ്സിലാവും. അതെ, അത് ശരിയാ. അവരെങ്ങനെ പറ്റിക്കാന്നറിയാൻ അവരുടെ ഇടയിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലണം. വടക്കപ്പാടത്തെ സൈനപത്തേക്ക് മരുന്ന് വാങ്ങാൻ പണം കൊടുത്തു. തെങ്ങുമെന്ന് വീണ കുമാരേട്ടന് വീൽ ചെയർ വാങ്ങാൻ പണം കൊടുത്തു. ഇപ്പോൾ ഇതാ കുറച്ച് നോട്ട്ബുക്ക് ഇവിടെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്നു. ഇതാണ് ഇപ്പോഴത്തെ പണി. അയ്യോ ഗോപി, നീ ഇതൊന്നും ചെയ്യണ കാര്യം എനിക്കറിയില്ലായിരുന്നു. മോഹന, ഞാനും നീയും ഒരാൾക്കാരോടും പോയി പണം ചോദിച്ചാൽ ആരും തരില്ല. അവർ കരുതും നമുക്ക് പുട്ടടിക്കാനാണ്. ഈ ബുക്കിന് ഇവിടെയുള്ള കുട്ടികൾക്ക് ഞാൻ കൊടുക്കണം. അത് ഗോപി പറഞ്ഞത് ശരിയാ. ആവശ്യമില്ലാണ്ട് ആളുകൾക്ക് പണം ചെലവാക്കാൻ ഒരു മടിയുമില്ല. അന്നൊരു പാവത്തിനെ സഹായിക്കാൻ 1 രൂപ കൊടുക്കില്ല. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ പണം കണ്ടെത്തി പാവങ്ങളെ സഹായിക്കുന്നതിൽ ഒരു തെറ്റുണ്ട് മോഹന? ഗോപി, നിന്നെ ഞാൻ വളരെ തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കിയിരുന്നത്. നീ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ വളരെ നല്ലതാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഞാൻ ഈ ബുക്ക് ഇവിടെയുള്ള കുട്ടികൾക്ക് കൊടുക്കട്ടെ. ശരി എന്നാ ഞാനും ഉണ്ട് നിന്റെ കൂടെ. ഈ കെട്ട് ഞാൻ എടുത്തോളാം. നടക്ക്. ഓക്കെ.